ഹായ് ഹലോ, ഞാൻ നിംസ് നിംസ് 777 ടാറോട്ട് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൈൽ കാർഡ് വെച്ചിട്ട് റീഡിങ് നോക്കാനാണ്. 2 പൈൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് മജീഷ്യൻ കാർഡാണ്, അത് നമ്പർ 1 ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. രണ്ടാമത്തേത് ദ ടവർ കാർഡാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ഇതിലേതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും നിങ്ങളുടെ റീഡിങ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് നോക്കിയാലോ. ആദ്യം ഞാൻ നോക്കാൻ പോകുന്നത് പൈൽ നമ്പർ 1 ആണ്. നമുക്ക് നോക്കാം. ഇവിടെ മജീഷ്യൻ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. മജീഷ്യൻ കാർഡ് എന്താ പറയുന്നത്? നിങ്ങൾ ഒത്തിരി കഴിവുള്ള ഒരു പേഴ്സൺ ആണെന്നാണ് പറയുന്നത്. ജന്മന തന്നെ നിങ്ങൾക്ക് കുറച്ച് കഴിവൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് പാട്ട് പാടാനായിരിക്കാം, ഡാൻസിലായിരിക്കാം, ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനായിരിക്കാം, ഈ ചിത്രരചനയോ അങ്ങനെ എന്തെങ്കിലും കഴിവായിരിക്കാം, ഇൻസ്ട്രുമെൻറ്റ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി കഴിവുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എത്ര എഫേർട്ട് എടുത്തിട്ടായാലും അത് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുന്ന പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയമാകണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം ആയാൽ നിങ്ങൾ അതറിയാനായിട്ട്, ആ അറിവ് തേടാനായിട്ട് എത്ര വേണമെങ്കിലും അന്വേഷിക്കും. ആ ഒരു കാര്യം കണ്ടെത്താനായിട്ട് നിങ്ങൾക്കൊരു മടുപ്പുണ്ടാവില്ല. അതിൻ്റെ അവസാനം വരെ നിങ്ങളത് അന്വേഷിച്ചു കൊണ്ടിരിക്കും. ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫീൽഡായിരിക്കണം എങ്കിൽ ഒരാൾ നിർബന്ധിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡാണെങ്കിൽ നിങ്ങൾ ആരും പറയണ്ട, നിങ്ങളത് ചെയ്യാൻ തയ്യാറാവും. അങ്ങനെയാണ് മജീഷ്യൻ കാർഡ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് എന്താ? ദ ഹാങ്മാൻ ആണ്. എന്താണ് ഹാങ്മാൻ? ഇപ്പോൾ നിങ്ങൾ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു സ്റ്റക്ക് എനർജിയിലാണ്. നിങ്ങൾ യൂണിവേഴ്സിൽ എല്ലാം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ എഡ്യൂക്കേഷൻ പരമായിട്ട് ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കാവാം, ഫിനാൻഷ്യലി സ്റ്റക്കായിട്ട് നിൽക്കാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം ആഗ്രഹിച്ചിട്ട് അതിപ്പോൾ നേടിയെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം, പ്രണയമോ എന്തെങ്കിലും. നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം ഇപ്പോൾ ഒരു സ്റ്റക്ക് ഫീലിലാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പം നിങ്ങൾ യൂണിവേഴ്സിൽ നിങ്ങളെ സമർപ്പിക്കുകയാണ്. യൂണിവേഴ്സ്, ഇനി എല്ലാം നിൻ്റെ കയ്യിലാണ്, നീയാണ് എല്ലാം എനിക്ക് ചെയ്തു തരേണ്ടത്. എന്നിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിത്തരാൻ എൻ്റെ യൂണിവേഴ്സിനെ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ദൈവവിശ്വാസികളൊക്കെ ആവാം, ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ദൈവവിശ്വാസികളാവാം, ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുമുണ്ട്. എങ്കിൽ ഈ ഇടയായിട്ട് കുറച്ച് ദൈവഭക്തി കൂടിയിട്ടുണ്ട്. മറ്റുള്ളവരെ ബോധിപ്പിച്ചുകൊണ്ടല്ല. ഇപ്പോൾ അമ്പലത്തിൽ പോകുന്ന വ്യക്തികളായിരിക്കാം, ഇപ്പോൾ കണ്ടിന്യൂസ്ലി അമ്പലത്തിൽ പോകാൻ പറയില്ലേ, ഒന്നിടവിട്ട് പോകാൻ പറയില്ലേ, ദൈവവിശ്വാസം കൂടി പള്ളിയിൽ പോകുന്നവരായിരിക്കാം. അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് കൂടി. ഇപ്പോൾ പള്ളിയിൽ അച്ഛൻ പറയാണ്, നിങ്ങൾ എല്ലാ ആഴ്ചയും വരാത്ത ഒരാളാണല്ലോ, ഇപ്പം അടുപ്പിച്ച് വരുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇനി കുറേ പേര് പ്രകടിപ്പിക്കാത്ത പേഴ്സൺസ് ആയിരിക്കാം, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പ്രകടിപ്പിക്കാത്ത പേഴ്സൺ ആയിരിക്കാം. എന്നാൽ അവരുടെ ഉള്ളിൽ ദൈവത്തിൽ, യൂണിവേഴ്സിൽ എല്ലാം അർപ്പിക്കുന്നുണ്ട്. എന്നെ തന്നെ ഇപ്പം നിനക്ക് ഞാൻ തരികയാണ്, ഇനി നിൻ്റെ കയ്യിലാണ് എൻ്റെ ഭാവി. എൻ്റെ യൂണിവേഴ്സ്, നീ വന്ന് വേണം എനിക്ക് മുന്നിലോട്ടുള്ള വഴി കാണിച്ചു തരാൻ എന്ന് വരെ പ്രാർത്ഥിക്കുന്ന എനർജീസാണ് നിങ്ങളുടെ എനർജീസായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട്, ഇല്ല എന്നല്ല. എന്നാൽ ഇപ്പോൾ ദൈവത്തോട് കുറച്ചുകൂടെ ഒന്ന് അടുത്ത് നിൽക്കുന്ന ഒരവസ്ഥ. കാരണം എനിക്ക് ചുറ്റുമുള്ളവരൊന്നും എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഹെൽപ്പ് ചെയ്താലും അതെവിടെ എത്തൂല. എൻ്റെ യൂണിവേഴ്സ് തന്നെ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാണ് നിങ്ങളിപ്പോൾ. ആരെയും ബോധിപ്പിക്കാനൊന്നുമല്ല, എങ്കിലും യൂണിവേഴ്സിനോട് പറയാണ്, ഞാൻ നിന്നിലാണ് എല്ലാം അർപ്പിക്കുന്നത്, നീ എനിക്ക് നേർവഴി കാട്ടിത്തരണം, തടസ്സങ്ങൾ മാറ്റി തരണം യൂണിവേഴ്സ് എന്ന് കുറച്ചുകൂടെ യൂണിവേഴ്സിനോട് അടുത്തിടപഴകുന്ന രീതിയിലാണ്
നിങ്ങൾ സ്വയം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവും, ഞാനിപ്പോൾ നല്ല സ്റ്റക്ക് എനർജിയിലാണ് കേട്ടോ, നിങ്ങൾ വേണം വന്നിട്ട് എന്നെ എൻ്റെ കാര്യങ്ങൾ നടത്തിത്തരാൻ. ആ മറ്റുള്ളവർ നോക്കുമ്പോൾ ഇവരാരടുത്ത് ഈ വർത്തമാനം പറയണേ എന്ന് തോന്നും. അങ്ങനത്തെ ഒരു ഫീലാണ് ഇപ്പൊ കാണിക്കുന്നത് എൻ്റെ പേഴ്സൺസിൻ്റെ. എല്ലാവരെയും അല്ല കേട്ടോ. പിന്നെ കാണിക്കുന്ന തേർഡ് കാർഡ് ഏസ് ഓഫ് സ്വാർഡ്സ് ആണ്. എന്താണ് ഏസ് ഓഫ് സ്വാർഡ്സ്? നിങ്ങൾ യൂണിവേഴ്സിലെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞു, എല്ലാവർക്കും വിട്ടുകൊടുത്തു, ഇനി എനിക്ക് വരണ നല്ലതും ചീത്തയൊക്കെ നിന്റെ കയ്യിലാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പുതിയ ഐഡിയകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് മനസ്സിൽ. ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണം, അങ്ങനെ ചെയ്താൽ എനിക്ക് പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ട്. നല്ലപോലെ അവയർനെസ് ഉള്ളൊരു പേഴ്സണാണ് നിങ്ങൾ. മറ്റുള്ളവരോട് എങ്ങനെയെങ്കിലും സംസാരിച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിവുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഒത്തിരി സംസാരിക്കുന്ന, നിങ്ങളുടെ സംസാരം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾ സംസാരിക്കാനായിട്ട് ഒത്തിരി താല്പര്യമുള്ള ഒരു പേഴ്സണായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ സംസാരിച്ച് കീഴ്പ്പെടുത്താൻ പറയുമല്ലോ മറ്റുള്ളവരെ, അങ്ങനെ കീഴ്പ്പെടുത്താൻ ഒരു വാചാലൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പേഴ്സണായിട്ട് ഇവിടെ കാണിക്കുന്നു. പിന്നെ എന്താ പറയുക, ഇപ്പം നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസ്, അങ്ങനത്തെ സ്റ്റുഡൻസിൻ്റെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇപ്പോൾ ടീച്ചേഴ്സ് വരെ ഒന്ന് പറയും, ഒന്ന് മിണ്ടാതിരുന്നൂടെ എന്ന് പറയണ ക്യാരക്ടർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരിക്കും നിങ്ങൾ. നിങ്ങൾ വന്നില്ലെങ്കിൽ, ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾ വന്നില്ലെങ്കിൽ, ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിൽ നിങ്ങൾ എത്തിയില്ലെങ്കിൽ പറയും, ആ വായാട് എത്തിയിട്ടില്ലല്ലോ, അങ്ങനെ പറയുന്നൊരു പേഴ്സണാണ്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പേഴ്സണാണ് നിങ്ങൾ. ജെനുവൻ ആയിട്ടുള്ളൊരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരണമെന്ന് ചിന്തിക്കുന്നൊരു പേഴ്സണായിട്ട്. അങ്ങനെയുള്ള നിങ്ങൾക്ക് യൂണിവേഴ്സ് ബ്ലസ് തന്നേ തരുള്ളൂ. വിക്ടറിയാണ് ഇവിടെ കാണിക്കുന്നത്. ദ വേൾഡ് കാർഡ് എന്താ കാണിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, നിങ്ങൾ എന്താണോ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ആ കാര്യം നിങ്ങളിലേക്ക് തന്നെ എത്തുന്നതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുറേ കഷ്ടതകളൊക്കെ നമുക്ക് വരാം. നമ്മൾ നല്ലൊരു പേഴ്സൺ ആയി കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പാട് നമുക്ക് വരാം. എന്നാൽ ആ കഷ്ടപ്പാടിൻ്റെ എല്ലാം ഫലം എന്താണെന്നറിയോ? സക്സസ് ആണ്. നമുക്ക് പെട്ടെന്ന് ദൈവം എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിൽ വെച്ച് തരില്ല. നീ ഒന്ന് കഷ്ടപ്പെടാൻ പറയും. നമ്മൾ എന്തെങ്കിലും ഒരു എഫേർട്ട് എടുത്താലല്ലേ നമുക്ക് വിജയം നമുക്ക് കൈവരുമ്പോൾ അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. ഒന്ന് കഴിച്ചാലല്ലേ, നമ്മൾ നെല്ലിക്ക കഴിക്കുമ്പോൾ ഒന്ന് കഴിച്ചാലല്ലേ പറയില്ലേ, വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് മധുരിക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് കയ്പനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്, അപ്പോൾ ഒരുപാട് കയ്പനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ദുരനുഭവം ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ ഇതെല്ലാം കാണുന്നൊരു യൂണിവേഴ്സ് നമുക്ക് ഉണ്ട്. നമ്മളുടെ കൂടെ ഒരാളുണ്ട്. ആ ഒരാൾ നമ്മളെ തളർത്തി കളയില്ല. നമുക്ക് എന്ത് തരും? അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത്. ദ വേൾഡ് കാർഡ് എന്താ പറയുന്നതെന്നറിയോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യണം. അവരെ സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കുക. ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള പേഴ്സണും കൂടിയാണ് നിങ്ങൾ. നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ സഹായിക്കുക. മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് ചിന്തിക്കാതെ നിങ്ങൾ യൂണിവേഴ്സിൽ തന്നെ സറണ്ടർ ആയിക്കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി നിങ്ങൾ ചെയ്ത് തന്നെ പോവുക. ഒരുപാട് കയ്പനുഭവങ്ങളൊക്കെ ഉണ്ടാവാം, കല്ലും മുള്ളൊക്കെ ചവിട്ടേണ്ടി വരാം. നിങ്ങൾ വിഷമിക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ബ്ലെസ്സിങ് തന്നെയാണ് ദ വേൾഡ് കാർഡ് കാണിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, എന്നെ കാണുന്ന ഈ പേഴ്സൺ, നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഒത്തിരി ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ഇഷ്ടമാണ്. അങ്ങനെ ഒരു പേഴ്സൻ്റെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, ഇപ്പോൾ ട്രാവൽ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഇത്തിരി കുറവായിരിക്കും, നിങ്ങൾക്ക് ധൈര്യമായിട്ടിരുന്നോളൂ, അതൊക്കെ നിങ്ങൾക്ക് വരും എന്നാ പറയണേ. കയ്യിൽ പൈസ ഉണ്ടായിട്ട് നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കുമോ? ഇല്ലല്ലോ. നമ്മളുടെ ആഗ്രഹത്തിനൊന്ന്
നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാലല്ലേ നമുക്കെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആഗ്രഹങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കാനുള്ളതല്ല, അതെല്ലാം നമുക്ക് നേടാനുള്ളതാണെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പൈൽ 1 ചൂസ് ചെയ്ത വ്യക്തികളുടെ എനർജിയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇത് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നി എങ്കിൽ നിങ്ങളത് പോസിറ്റീവായിട്ട് എടുക്കുക, അല്ല എങ്കിൽ അത് വിട്ടുകളഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത റീഡിങ്ങിലേക്ക് പോവാം. പൈൽ 2 റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ പൈൽ 2 ചൂസ് ചെയ്തവരുടെ എനർജി നമുക്ക് നോക്കിയാലോ. ഇവിടെ ഫസ്റ്റ് കാർഡ് തന്നെ കാണിക്കുന്നത് ദ ടവർ എനർജിയാണ്. ഈ ടവർ എനർജിയും 9 ഓഫ് സോർട്സ് കാർഡും തമ്മിൽ ഒത്തിരി കണക്ഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നത്. എന്താന്ന് നോക്കിയാലും നമുക്ക് ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, എൻ്റെ വ്യൂവർ, ഒത്തിരി പേടി സ്വപ്നം കാണുന്നത് പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഉറക്കമില്ലായ്മയുണ്ട്, നിങ്ങൾക്ക് ധൈര്യം, കറേജ് ഒന്നും ഇല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ സുരക്ഷിതനാണോ അല്ലെങ്കിൽ സുരക്ഷിതയാണോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ഇത് ആരെങ്കിലും ഒരാളോട് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളെ അടുത്തറിയുന്ന ഒരാളോട് പറയാണ് എനിക്ക് ഉറക്കമില്ലായ്മയുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ധൈര്യം ഇല്ലാത്തൊരവസ്ഥ തോന്നുക, ഞാനിങ്ങനെ നൈറ്റ് മെയർ ഒക്കെ കാണാം, സ്വപ്നമൊക്കെ കാണാം, എനിക്ക് അറിയണില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല, എന്തോ എന്നിൽ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും നിനക്ക് തോന്നണതാണ്, അത് നിന്റെ ചിന്തയാണ്, നീ ദൈവത്തിൽ പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതി, വിശ്വസിച്ചാൽ മതി എന്നവർ പറയുമ്പോഴും നമ്മുടെ കാലിൻ്റെ അടിയിലത്തെ മണ്ണ് ചോർന്നു പോണ അവസ്ഥയുണ്ടല്ലോ, ആ ഒരവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഒരു പ്രതിഫലം കിട്ടാത്തൊരവസ്ഥ. ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായ അവസ്ഥയാണ് ഞാൻ പറയുന്നത്, ഇന്നലെ വരെയുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇന്നലെ വരെ നിങ്ങൾ കാലിൻ്റെ അടിയിൽ മണ്ണൊലിച്ചു പോയി നിങ്ങൾ ഒന്നുമല്ലാതായി തീരുന്ന ഒരവസ്ഥ. ഇത്രയും കഴിവുള്ളൊരു പേഴ്സൺ ആയിരുന്നു ഞാൻ, എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു. ഇപ്പം എന്താ എന്നെ കൊണ്ടൊന്നും സാധിക്കാത്തത്, ഞാൻ എന്തെങ്കിലും ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നേ, എന്താ എനിക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ വരുന്നേ, ഈ ഉറക്കമില്ലാത്ത അവസ്ഥ വരുമ്പോൾ എനിക്ക് ശാരീരികമായിട്ട് ഒത്തിരി അസുഖങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നൊരവസ്ഥ, എന്താ എനിക്ക് അങ്ങനെ വരണേന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുക എന്താ എനിക്ക് മാത്രം ഇങ്ങനെ ദുരിതം തരണേ. എൻ്റെ യൂണിവേഴ്സ്, എൻ്റെ കാലിൻ്റെ അടിയിലെ മണ്ണ് വരെ പൊലിച്ചു പോണ അവസ്ഥയായി. ഇപ്പോൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലിപ്പോൾ അത്രയും നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾക്കൊരു എന്താ പറയുക, ഇവിടെ നിന്നും ഒരു ആശ്രയം ഇല്ലാത്ത അവസ്ഥ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു കരിയറാണ് നോക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ഓക്കെ ആവാം, നിങ്ങളുടെ കയ്യിലെത്തിയെന്ന് പറയില്ല, കയ്യിലെത്തിയിട്ട് കിട്ടാതെ പോകുന്നൊരവസ്ഥ. അങ്ങനൊരു അവസ്ഥയിൽ കൂടെ പോകുന്ന പേഴ്സൻ്റെ എനർജിയാണ് ഇന്നലെ വരെ നിങ്ങളുടെ എനർജി കാണിക്കുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ശുഭാപ്തി വിശ്വാസമുള്ളതായിട്ടാണ് 3 ഓഫ് വാൻഡ്സ് കാർഡ് കാണിക്കുന്നത്. എന്താ 3 ഓഫ് വാൻഡ്സ് കാർഡ് കാണിക്കുന്നത്? നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? ഇന്ന് നിങ്ങൾക്കൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്, എന്തൊരു കറേജ് കിട്ടിയ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇന്നലെ വരെ ധൈര്യമില്ലായിരുന്നു, ഉറക്കമില്ലായിരുന്നു, ശാരീരികമായിട്ടൊരു സുഖമില്ലായിരുന്നു, എന്തൊക്കെ ചെയ്താലും ഒന്നിലും ഒരു ശ്രദ്ധയില്ലായ്മ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എന്താ അറിയില്ല, നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുന്നുണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നൊരു തോന്നൽ വരുന്നുണ്ടല്ലോ. എന്നെ കൈ പിടിച്ച് ഉയർത്താനായിട്ട് ആരും എന്നെ സഹായിക്കാൻ പോകുന്നുണ്ടല്ലോ. ചിലപ്പോൾ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് സഹായം ആരെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ആശ്വാസവാക്ക് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായി ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടാവാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ സ്വയം സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങി, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സോ അങ്ങനെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന എനർജീസിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയതായിട്ട് എഡ്യൂക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം വരെ കയ്യിൽ ഫിനാൻഷ്യലി ഒന്നും ഉണ്ടാവില്ല, എന്നാൽ ആരെങ്കിലും ഒരു സഹായ വാഗ്ദാനം ചെയ്തു എന്ന് പറയില്ലേ,
അല്ലെങ്കിൽ എവിടെ നിന്നോ ഒരു കൈത്താങ്ങ് വന്നോ പറയില്ലേ, അങ്ങനെ നിങ്ങൾ പുതുതായിട്ട് എന്തിലോ ജോയിൻ ചെയ്യാൻ നിൽക്കുകയാണ്, ആരുടെ സഹായം പ്രതീക്ഷിച്ച് നിൽക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള സൈൻ കാണിക്കുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്ന് ഈ ടൈം വരെ നിൽക്കുന്നത്. യൂണിവേഴ്സ് പറയാണ്, നിന്നെ സഹായിക്കാൻ ഞാനുണ്ട്, ധൈര്യമായിട്ടിരുന്നോളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? പോസിറ്റീവ്സിനെ അട്രാക്റ്റ് ചെയ്യണം കേട്ടോ. നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നിങ്ങൾ മനസ്സിൽ നിന്ന് കളയുക. കഴിഞ്ഞ ദിവസം വരെ എനിക്ക് പേടി സ്വപ്നങ്ങൾ, ദുസ്വപ്നങ്ങളെല്ലാം ഞാൻ കണ്ടിരുന്നു, ഉറക്കമില്ലായ്മ ഉണ്ടായിരുന്നു, എന്ത് ചെയ്യുമ്പോഴും ഒന്നിനും ശ്രദ്ധ കൈവരിക്കാൻ കഴിയുന്നില്ല, ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ യൂണിവേഴ്സിന് സമർപ്പിക്കാനാണ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാം കൊണ്ടുതരും. നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തി നിങ്ങൾ ആദ്യം തുടങ്ങുക. നിങ്ങൾ എന്തോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, അത് ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ. തടസ്സങ്ങൾ യൂണിവേഴ്സ് മാറ്റിത്തരും. പോസിറ്റീവായിട്ട് വിശ്വസിച്ചുകൊണ്ട് ചെയ്യാനാണ് പറയുന്നത്. അടുത്ത കാർഡ് എന്താണ്? 9 ഓഫ് പെൻഡക്കിൾ കാർഡാണ്. എന്താ 9 ഓഫ് പെൻഡക്കിൾ കാർഡ്? നിങ്ങൾ പേഴ്സണലായിട്ട് അച്ചീവ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ കാണാൻ പോകുന്നു. നിങ്ങൾക്ക് സമാധാനം വരുന്നു. യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നു, നിങ്ങൾക്ക് സമാധാനം വരുന്നുണ്ട്. നിങ്ങളൊരു സെലിബ്രേഷൻ മൂഡിലേക്ക് വരാൻ പോകുന്നു. നിങ്ങളിപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കുക. എന്താണോ ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾക്ക് അച്ചീവ്മെന്റ് തന്നെയാണ് വരുന്നത്, സമാധാനം തന്നെയാണ് വരുന്നത്, സെലിബ്രേഷൻ തന്നെയാണ് വരുന്നത്. ഈ കൃഷിയുമായി ബന്ധപ്പെട്ട നിങ്ങളാണെന്നുണ്ടെങ്കിൽ, ബിസിനസ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാർവസ്റ്റ് തന്നെയാണ് വരുന്നത്. ഇനി ഏതെങ്കിലും പേഴ്സണെ മുട്ടാനൊക്കെ പ്രാർത്ഥിക്കുന്ന എനർജീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രേമോ അങ്ങനെയുള്ള പേഴ്സൺസ്, ചിലപ്പോൾ നിങ്ങളും അവരും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമഘട്ടത്തിലായിരിക്കാം. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നുണ്ട് കണ്ടുമുട്ടാനുള്ള അവസരമുണ്ടെന്ന്. അതും ഒരു സൈനായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. 9 ഓഫ് പെൻഡക്കിളിൽ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ കൈയുടെ മേലെ പെൻഡക്കിളായിട്ട് കാണിക്കുന്നുണ്ട്. അതിന് മേലെ ഒരു പക്ഷിയും ഇരിക്കുന്നുണ്ട്. അത് നിങ്ങളിൽ വിചാരിക്കുന്ന പേഴ്സൺ നിങ്ങളിലേക്ക് സ്നേഹ സന്ദേശവുമായി വരുന്നു, ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ്. ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയട്ടെ. നിങ്ങൾ എന്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ വന്നാലും, എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, നിങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങൾക്ക് ഒരു ജീവിതമേ ഉള്ളൂ. ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ കാണേണ്ടതും ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ യൂണിവേഴ്സ് നിങ്ങളെ ഒരു ജന്മം തന്ന് നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യാനുണ്ട്, ഒരു കർത്തവ്യം നിങ്ങളെ കൊണ്ട് ചെയ്യാനുണ്ട്. ആ കാര്യം നിങ്ങളുടെ ലൈഫിനോടൊപ്പം നിങ്ങൾ ആ കാര്യവും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പല പരീക്ഷണങ്ങളും തരുന്നത്. നമ്മളെല്ലാവരും ആരാണ്? ഒരു നാടകമാണ് വിചാരിക്കൂ. ആ നാടകത്തിലെ ആക്ടേഴ്സ് മാത്രമാണ് അല്ലേ? നമ്മുടെ കാര്യങ്ങൾ, നമ്മളുടെ വേഷം, ഒരു ആക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ വേഷം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് തിരിച്ച് മടങ്ങുക, അത്രേ നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാനുള്ളൂ. ഓരോ ആക്ടേഴ്സിൻ്റെയും കടമ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വേഷം തന്നിട്ടുണ്ടാവും. നമുക്ക് കുറച്ച് വേഷത്തോടൊപ്പം കുറച്ച് ഡയലോഗ്സും പറയാനുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനുണ്ടാവും ആ ക്യാരക്ടറിന് അല്ലേ? ആ ക്യാരക്ടർ ആ കാര്യം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകണം. അത്ര തന്നെയുള്ളൂ നമ്മുടെ ലൈഫും. ആ ഒരു ക്യാരക്ടർ എത്രത്തോളം അവിടെ അവരുടെ കഴിവിനെ അവർ പ്രകടിപ്പിച്ചു എന്നതിലാണ് ആ ആക്ടറെ പ്രേക്ഷകരെ അക്സെപ്റ്റ് ചെയ്യുക, അവർക്ക് ഇഷ്ടം തോന്നുക. അത്ര തന്നെയാണ് നമ്മുടെ ജീവിതവും. നമുക്ക്
ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിലെ ഓരോ ആക്ടേഴ്സാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ നമ്മുടെ വേഷം നല്ലപോലെ കൈകാര്യം ചെയ്യുക, നന്മ ചെയ്യുക, നല്ലപോലെ പ്രവർത്തിക്കുക. നിനക്ക് വേണ്ടത് മുന്നേ തന്നെ ദൈവം എഴുതി വച്ചിട്ടുണ്ട്. ആ കാര്യം നിന്റെ അഭിനയം യൂണിവേഴ്സിന് ഇഷ്ടപ്പെടുമ്പോൾ, അതായത് നിൻ്റേതായ കാര്യങ്ങൾ നീ പ്രവർത്തിക്കുന്നത് നല്ല രീതിയിലാണെങ്കിൽ അതിനുള്ള പ്രതിഫലം യൂണിവേഴ്സ് തന്നെ തരും. ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച് തീർക്കാനുള്ളതല്ല, ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ പ്രവർത്തിക്കണം കേട്ടോ. വെറുതെ ഇരുന്ന് ആഗ്രഹിച്ചാൽ ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തില്ല. നമ്മൾ അങ്ങനെ എത്തണമെങ്കിൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുക തന്നെ വേണം. ശുഭചിന്തയോടെ നല്ല പ്രവൃത്തിയോടെ പ്രവർത്തിക്കണം. ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിങ് ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാല്യൂഡായി തുടങ്ങും. നിങ്ങളുടെ സ്വന്തം നിംസ്.